CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിനകത്ത് SFI പ്രവർത്തകർ പെയിന്റടിച്ച സ്ഥലങ്ങളിൽ ABVP പ്രവർത്തകർ ചുവരെഴുതിയതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ തർക്കം. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഇരുകൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിൽ എത്താൻ നിർദ്ദേശം നൽകി. RSS പ്രവർത്തകനായ തൊഴിയൂർ സുനിലിനെ കൊലപ്പെടുത്തിയ കേസിൽ 9ാം പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശി കൊടുങ്ങൂക്കാരൻ വീട്ടിൽ നവാസാണ് പിടിയിലായത്. ഗൾഫിലായിരുന്ന ഇയാൾ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഒളിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് പരിക്ക്. പാലപ്പെട്ടി അൽഫസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട്, കടപ്പുറം, ഒരുമനിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. ഗുരുവായൂർ SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ സെപ്റ്റംബർ 17 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ പോലീസിന്റെ നരനായാട്ടിനെതിരെയും മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയും ഗുരുവായൂർ, പൂക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK സുബൈർ നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റ്, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ എന്നിവർ ചേർന്ന് ലഹരിക്കെതിരെ രോഗീ സംരക്ഷണ ദിനത്തിൽ കൂട്ടയോട്ടം നടത്തി. ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നടത്തുന്ന അധിനിവേശങ്ങൾക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി സുരക്ഷിത ഭക്ഷണം ആശയത്തിന്റെ ഭാഗമായുള്ള കൃഷിക്ക് തുടക്കമായി. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയുടെ കീഴിൽ വരുന്ന വാഴപ്പള്ളി തറവാട് സംഗമം ചേർന്നു. KSEB ഓൺലൈൻ അപേക്ഷകളിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കുന്നംകുളം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സംയുക്ത മോട്ടോർ വാഹന തൊഴിലാളി യൂണിയനും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി യോഗവും തൃശൂർ ജില്ലാതല ഐഡന്റിറ്റി കാർഡ് വിതരണവും നടത്തി. CCTV സെയിൽസ് വിഭാഗം ജീവനക്കാരി ജിനീഷയുടെ പിതാവ് കേച്ചേരി മണലി പുലിച്ചക്കാട്ട് കുമാരൻ നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.